ആയിട്ട് നമ്മുടെ ആര്യൻ കത്തോറിയാണ് വന്നിരിക്കുന്നത്. ആര്യൻ കത്തോറിയെ മിക്കവർക്കും അറിയാൻ കഴിയും, മോഡലായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ബിഗ് ബോസിൻ്റെ ഈ ഒരു പ്രഡിഷൻ ലിസ്റ്റ് പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഈ ആര്യൻ കത്തോറിയ. അതുപോലെ തന്നെ നാലാമതായി വന്നിരിക്കുന്നത് നമ്മുടെ കലാഭവൻ സരികയാണ്. കലാഭവൻ സരികയുടെ പേര് മിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കലാഭവൻ സരിക എല്ലാവർക്കും അറിയാം അല്ലേ. ആൾ പുറത്തും ആരെങ്കിലും വല്ലതും പറയാൻ വന്ന് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിനകത്തുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കലാഭവൻ സരികയും. അതുപോലെ തന്നെ അഞ്ചാമതായി വന്നിരിക്കുന്നത് ഗായകനായിട്ടുള്ള അക്ബർ ഖാനാണ്. ഇദ്ദേഹത്തിനെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാര്യം മിക്ക മ്യൂസിക് സംബന്ധമായിട്ടുള്ള പ്രോഗ്രാംസിലും ഇദ്ദേഹം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ. അങ്ങനെ മൂന്നാമതായി വന്നിരിക്കുന്ന ആര്യൻ കത്തോറിയ, നാലാമതായി വന്നിരിക്കുന്ന കലാഭവൻ സരിക, അഞ്ചാമതായി വന്നിരിക്കുന്ന അക്ബർ ഖാൻ. ഇത്രയും പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരുടെ പ്രവേശനമെന്നും എങ്ങനെയാണ് ഇത് വന്നു കഴിഞ്ഞിട്ടുള്ള ഇവരുടെ പെർഫോമൻസ് എന്ന് നമുക്ക് കണ്ടറിയണം അല്ലേ. ഞാൻ നേരത്തെയൊക്കെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചില വാക്കുകൾ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, കാര്യം മൊത്തം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പല വാക്കുകളും തിരിയുന്നില്ല, എനിക്കെന്നെ മനസ്സിലാവുന്നുണ്ട്, ക്ഷമിക്കുക. നമുക്കിതൊക്കെ മാറിക്കഴിയുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ലൈവ് നടക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.